പരിശുദ്ധമായ പരിപാവനമായ ശഅബാൻ മാസത്തിൻ്റെ രണ്ടാമത്തെ തിങ്കളാഴ്ച രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് ശഅബാൻ മാസത്തിൻ്റെ 9ാമത്തെ ദിവസം. ഇന്ന് മഗ്‌രിബോടുകൂടി 10ാമത്തെ രാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും എല്ലാവിധ ഖൈറും തരട്ടെ, ആമീൻ. എല്ലാവിധത്തുള്ള അദാബുകളെ തൊട്ടുള്ള കാവൽ. ദുന്യാവിൽ ഒരുപാട് അദാബുകളുണ്ട് അല്ലേ? ചിലപ്പോൾ അത് രോഗത്തിൻ്റെ രൂപത്തിൽ വരാം, കടത്തിൻ്റെ രൂപത്തിൽ വരാം, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് അദാബുകൾ വരാം. ദുന്യാവിൽ മാത്രമല്ല അദാബ്, നാളെ ആഖിറത്തിലും അദാബുകളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് ആഖിറത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അദാബ് എന്ന് പറഞ്ഞാൽ ഖബറിൻ്റെ അദാബാണ്. ഖബറിൻ്റെ അദാബാണ് ഏറ്റവും വലിയ അദാബ്. അവിടെ രക്ഷപ്പെട്ടാൽ പിന്നെ ബാക്കി രക്ഷപ്പെട്ടു എന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുണ്യമായ ഒരു സൂറത്ത്, ആ സൂറത്ത് ഓതിയാൽ ഖബറിൻ്റെ അദാബിനെ തൊട്ടുള്ള കാവൽ കിട്ടും. നമുക്കറിയാമല്ലോ സൂറത്തുൽ മുൽക്ക് തന്നെയാണ്. പക്ഷേ ഖബറിൻ്റെ അദാബിനെ തൊട്ടുള്ള കാവൽ മാത്രമല്ല സൂറത്തുൽ മുൽക്ക്. തബാറക്കല്ലദി എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതിയാൽ ഒരുപാട് വേറെ നേട്ടങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ആ നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കിങ്ങനെ എണ്ണി എണ്ണി പഠിക്കാം. മാത്രമല്ല ഇൻഷാ അല്ലാഹ് ഒരാൾ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ, വാപ്പയാവും, ചിലപ്പോൾ ഉമ്മയാവാം, മക്കളാവാം, ഭാര്യയാവാം, ഭർത്താവാം, ആരെങ്കിലും ഒരാൾ ഇനി മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട ആൾക്ക് വേണ്ടി ഇനി പറയുന്ന രൂപത്തിൽ സൂറത്തുൽ മുൽക്ക് നമ്മൾ ഓതിയാൽ അയാൾ രക്ഷപ്പെടും. ഖബറിൻ്റെ അദാബിനെ തൊട്ട് അയാൾ രക്ഷപ്പെടും. എങ്ങനെയാണ് രക്ഷപ്പെടുക, എങ്ങനെയാണ് സൂറത്തുൽ മുൽക്ക് ഓതുക, നമുക്ക് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അതോടൊപ്പം തന്നെ സൂറത്തുൽ മുൽക്കിൻ്റെ നമ്മൾ അറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അതിൻ്റെ കാരണം എന്താണ്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ സൂറത്തുൽ മുൽക്കിനെ പറ്റി കേൾക്കാം. ഇത് അവസാനം വരെ കേൾക്കണേ. അവസാനം വരെ കേട്ട ഒരാൾ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുൽക്ക് പാരായണം നിർത്തൂല. നമുക്ക് അത്രമാത്രം നേട്ടങ്ങളാണ് ഈ ഒരു സൂറത്തിനുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് സൂറത്തുൽ മുൽക്കിൻ്റെ അതിപ്രധാനപ്പെട്ട മഹത്വങ്ങളെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ, മറന്നു പോവരുതേ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ 9ാമത്തെ ദിനത്തിലാണ് നമ്മളെ ഒരുമിച്ച് ചേർത്തിട്ടുള്ളത്. ഇന്ന് മഗ്‌രിബോടുകൂടി 10ാമത്തെ രാവിലേക്ക് നമ്മൾ കടക്കുന്നു. അൽഹംദുലില്ലാഹ് ഇനി ഓരോ ദിവസങ്ങളും വളരെ പുണ്യമുള്ള ദിനങ്ങളാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള മാസമാണ്. മാത്രമല്ല ദിവസങ്ങളാണ് നമ്മളിലേക്ക് വരാനിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇനി വരുന്ന രാവുകളെയും പകലുകളെയൊക്കെ നല്ല രൂപത്തിൽ സ്വീകരിക്കുവാനും അതിലൊക്കെ അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും റബ്ബ് നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. മാത്രമല്ല വിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ 2ാമത്തെ തിങ്കളാഴ്ച രാവിലുമാണ് അൽഹംദുലില്ലാഹ് നമ്മളുള്ളത്. സ്വലാത്തുകൾ ഒരുപാട് അധികരിപ്പിക്കേണ്ട മാസമാണ്, ദിവസമാണ്, രാവുകളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വലാത്തുകൾ ഒരുപാട് കണ്ട് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ, അതുവഴി സ്വർഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, മഹാനായ തഴവ ഉസ്താദിൻ്റെ ഒരു 4 വരി ബൈത്ത്, 4 വരി പദ്യം ഞാൻ പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കേട്ടിട്ടുമുണ്ടാകും. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാനാ, ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ എന്ന് തുടങ്ങുന്ന ഖബർ ജീവിതവുമായി ബന്ധപ്പെട്ട് മഹാനായ തഴവ ഉസ്താദ് എഴുതിയ പാടിയ ആ ഒരു ബൈത്തുണ്ട്, ആ ഒരു പദ്യം. പക്ഷേ അത് എന്തിനാണ് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ തുടക്കം അത് പറഞ്ഞത് എന്ന് നമുക്ക് ശേഷം പറയാം. പരിശുദ്ധമായ ഖുർആനിലെ 114 സൂറത്തുകളുണ്ടല്ലേ? ആ 114 സൂറത്തുകളിൽ ഓരോ സൂറത്തിനും വ്യത്യസ്തമായ ശ്രേഷ്ഠതകളും പ്രത്യേകതകളും ഒക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ സൂറത്തുൽ ബഖറ പൈശാചികമായ ഉപദ്രവങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ, വീട്ടിലൊളിഞ്ഞിരിക്കുന്ന പിശാചിനെ പുറത്തേക്ക് ഓടിക്കാൻ വേണ്ടിയുള്ള സൂറത്താണ് സൂറത്തുൽ ബഖറ. അതുപോലെ തന്നെ
സൂറത്തുൽ ഫാത്തിഹ, അത് ഒരുപാട് നന്മകൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഓതേണ്ട, നമ്മൾ സ്ഥിരമായി നമ്മുടെ നിസ്കാരങ്ങളിൽ ഓതുന്ന സൂറത്താണ്. അതുപോലെ തന്നെ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച രാവിലും പകലിലുമായി നമ്മൾ ഓതുന്ന സൂറത്താണ്. അതുപോലെ സൂറത്തു തൗബ ഒരുപാട് നേട്ടങ്ങളുള്ളതാണ്. സൂറത്തു ത്വാഹ ഒരുപാട് ഉമ്മമാർ ഓതുന്ന സൂറത്താണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് സൂറത്ത് യാസീൻ ഉണ്ട്, സൂറത്തുൽ വാക്കിഅയുണ്ട്, സൂറത്തുൽ ഫത്ഹ് ഉണ്ട്, അല്ലേ? ഇങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ സൂറത്തുകൾ, ഓരോ സൂറത്തിനും വ്യത്യസ്തമായ നേട്ടങ്ങളാണ്. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്, ഒരു അറബി മാസത്തിൻ്റെ തുടക്കം വന്നാൽ നമ്മൾ സാധാരണ പറയാറുണ്ട് ഷഅബാൻ, ഇന്ന് മഗ്‌രിബോടുകൂടി ഷഅബാൻ മാസത്തിൻ്റെ നിലാവ് കാണാൻ സാധ്യതയുണ്ട്, ഷഅബാൻ മാസത്തിൻ്റെ നിലാവ് കണ്ടാൽ പറയേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ റജബ് മാസത്തിൻ്റെ നിലാവ് കണ്ടാൽ പറയേണ്ട കാര്യങ്ങൾ, പിന്നെ റമദാൻ വരുന്നു, റമദാൻ മാസം ഒന്നാണെന്നറിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും വീഡിയോ പറയാറില്ലേ. ആ വീഡിയോ നമ്മൾ പറയുന്ന ആദ്യത്തെ കാര്യം അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി എന്ന് പറയുന്ന ദുആ പറയണം. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമതായി പറയുന്ന കാര്യം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണമെന്നാണ്, അല്ലേ? ഒരു മാസത്തിൻ്റെ തുടക്കം, ഒരു അറബി മാസത്തിൻ്റെ പ്രാരംഭത്തിൽ, തുടക്കത്തിൽ ഒരു മനുഷ്യൻ സൂറത്തുൽ മുൽക്ക്, അല്ലേ, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്ക്, ആ സൂറത്ത് ഓതിയാൽ അവനിക്ക് ആ ഒരു മാസം അള്ളാഹുവിൻ്റെ സംരക്ഷണവും അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങളും ബറക്കാത്തുകളും അവനിക്ക് ഉണ്ടാകുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മഹത്തുക്കൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്നത്, പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ഉസ്താദേ, ഈ സൂറത്തുൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൻ്റെ തുടക്കം മാത്രം ഓതേണ്ട സൂറത്താണോ? ഈ സൂറത്തുൽ മുൽക്കിന് വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പിന്നെ ഈ ഖബറിൻ്റെ അദാബിനെ തൊട്ടുള്ള കാവൽ കിട്ടുമെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതല്ലാതെ ഈ സൂറത്തുൽ മുൽക്ക് ഓതുന്നത് കൊണ്ട് എന്താണ് നേട്ടമെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. സൂറത്തുൽ മുൽക്കിനെ പറ്റി മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സൂറത്ത് ത്വാഹ പരിചയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ സൂറത്ത് ദുഹാനുമായി ബന്ധപ്പെട്ട് നമ്മൾ പല ചർച്ചകളും പറഞ്ഞിരുന്നു. അപ്പോഴൊക്കെ പലരും ചോദിക്കുന്നുണ്ട്, ഉസ്താദെ, ഓരോ വ്യത്യസ്തമായ പല സൂറത്തുകളുടെയും അതിൻ്റെയൊക്കെ ശ്രേഷ്ഠതയൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ. ഞങ്ങൾ ഓതാറുണ്ട്, അത് ഓതുമ്പോൾ ഒന്നുകൂടി ഒരു ആത്മീയമായ ഫീലിംഗ് ഉണ്ടാകും ഞങ്ങൾക്ക് ഓതുമ്പോൾ, അതുകൊണ്ട് അത് പറ്റുന്നത് പോലെ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുൽക്കിൻ്റെ ശ്രേഷ്ഠത മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് സ്ഥിരമായി ഓതിക്കൊണ്ടിരുന്ന രണ്ട് സൂറത്തുകളുണ്ട്. സ്ഥിരമായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഓതാതെ ഉറങ്ങാറില്ല. ഒന്ന് സൂറത്ത് സജദയാണ്, രണ്ടാമത്തേത് സൂറത്തുൽ മുൽക്കാണ്. സൂറത്തുൽ മുൽക്കും സൂറത്തു സജദയും ഓതാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാറില്ലായിരുന്നു എന്നാണ്. നബിക്ക് പിന്നെ കാണാതെ അറിയാലോ, അങ്ങനെ ഏത് സമയത്ത് വേണമെങ്കിലും ഓതാം. നമുക്കൊരു പക്ഷെ കാണാതെ അറിയില്ലായിരിക്കാം, എന്നാലും മഗ്‌രിബ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇശാ കഴിഞ്ഞിട്ടോ പറ്റുന്ന സമയം. ഇപ്പോൾ സൂറത്തുൽ മുൽക്ക്, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന സൂറത്തുൽ മുൽക്ക് ഉണ്ടല്ലോ, അത് ഓതാൻ ഏതാനും ഒരു 4 മിനിറ്റ് മതി. 4 മിനിറ്റോളം എന്താണ്, നമുക്ക് സാധാരണ സ്പീഡിൽ ഓതുന്ന ആൾക്കൊരു 4 മിനിറ്റ് മതി. അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു 5 മിനിറ്റോ 6 മിനിറ്റോ എടുത്തെന്ന് വെച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലേ? സൂറത്തുൽ മുൽക്ക് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളും ഇൻഷാ അല്ലാഹ് ഉറങ്ങുന്നതിന് മുമ്പേക്ക് മാറ്റി വെക്കണ്ട, മഗ്‌രിബ് കഴിഞ്ഞിട്ടോ, ഇനി ആ സമയത്ത് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടോ, അല്ലെങ്കിൽ എപ്പോഴാണോ പറ്റുന്നത്, ഒരു ദിവസം എപ്പോഴാണോ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ആ സമയത്ത് സൂറത്തുൽ മുൽക്ക് ഓതിയാൽ. ഇവിടെ വീണ്ടും നബി തങ്ങൾ പറയുകയാണ്, വിശുദ്ധമായ ഖുർആനിൽ 30 ആയത്തുള്ള ഒരു സൂറത്തുണ്ട്. 30 ആയത്തുള്ള ഒരു സൂറത്തുണ്ട്. ഒരാൾ അത് ഓതുന്നത് നിത്യമാക്കിയാൽ, വല്ലപ്പോഴും ഓതുന്നത് നിത്യമാക്കിയാൽ അവൻ്റെ പാപങ്ങളൊന്നും അവനിൽ അവശേഷിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗ്യാരണ്ടി തരുകയാണ്. ഗ്യാരണ്ടി തരുന്നു. എന്ത്? സൂറത്തുൽ മുൽക്ക് നിത്യമായി ഓതുന്നവനെ. അത് ചിലപ്പോൾ സമയം മാറിയേക്കാം, എന്നാലും ഒരു ദിവസം അവൻ മുടക്കാറില്ല. അങ്ങനെ സൂറത്ത് ഓതുകയാണെങ്കിൽ അവൻ്റെ തെറ്റുകൾ, പാപങ്ങൾ, ചെറുതും വലുതും രഹസ്യവും പരസ്യമൊക്കെയായി ഒരുപാട് തെറ്റുകൾ ചെയ്തു പോകുന്നവരല്ലേ നമ്മളൊക്കെ. അപ്പോൾ ആ തെറ്റുകൾ അല്ലാഹു തആല ബാക്കിയാക്കൂല, അത് പൊരുത്തപ്പെട്ടു തരുമെന്നാണ് നമുക്ക് ഈ ഒരു ഹദീസിൽ നിന്നും മനസ്സിലാകുന്നത്. ഇനി സൂറത്തുൽ മുൽക്ക് ഓതുമ്പോൾ കിട്ടുന്ന പ്രതിഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഖബറിൻ്റെ അദാബിനെ തൊട്ടുള്ള രക്ഷയാണ്. ഹിയ മാനിഅത്തുൻ മിൻ അദാബിൽ ഖബർ. ഈ സൂറത്തുൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ ഖബറിൻ്റെ അദാബിനെ തൊട്ട് രക്ഷ തരുന്ന സൂറത്താണ്. നമ്മുടെ വല്ലുപ്പമാരും വല്ലുമ്മമാരൊക്കെ അവർ മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ ഓതുന്ന ഒന്ന് സൂറത്ത് യാസീൻ ഓതും, പിന്നെ ഓതുന്നത് സൂറത്തുൽ മുൽക്കാൻ, പിന്നെ സൂറത്തുൽ വാക്കിയ, അല്ലേ? സൂറത്തുൽ മുൽക്ക് ഓതാത്ത ഒരു വാപ്പയെയും ഉമ്മയെയും നമുക്ക് പണ്ട് കാലത്ത് കാണാൻ പറ്റിക്കൊള്ളുന്നില്ല.
എല്ലാവരും ഓതുമായിരുന്നു സൂറത്തുൽ മുൽക്ക്. മാത്രമല്ല വെള്ളിയാഴ്ച രാവിലെ ഓതാറുണ്ട്, അതുപോലെ തിങ്കളാഴ്ച രാവിലെ ഓതാറുണ്ട്. ഇതിപ്പോൾ തിങ്കളാഴ്ച രാവാണല്ലോ, അപ്പോൾ സൂറത്തുൽ മുൽക്ക് അത് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് തരും. അത് ഖബറിൻ്റെ അദാബിനെ തൊട്ടുള്ള രക്ഷ കിട്ടും അല്ലേ. ഖബറിൻ്റെ അദാബിനെ തൊട്ടെന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല. ഖബറിൻ്റെ അദാബ് കേൾക്കുമ്പോൾ ഇതെല്ലാ ഉസ്താദന്മാരും പറയാം ഖബറിൻ്റെ അദാബ് എന്തുട്ട് അദാബ്, ഒരു കുഴപ്പമില്ല എന്നൊന്നും ആരും ചിന്തിക്കരുതേ. കാരണം മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത ദുന്യാവിൽ കിട്ടിയ സ്വഹാബിയാണ് അല്ലേ. സ്വർഗത്തിൽ കടക്കും എന്ന് ഉറപ്പ് കിട്ടിയ സ്വഹാബിയാണ്. ആ സ്വഹാബി പോലും ഈ ഖബറൊക്കെ കാണുന്ന സമയത്ത് ഒരു മക്ബറയുടെ അരികിലൂടെ പോയാൽ, ഖബർസ്ഥാനിൻ്റെ അരികിലൂടെ പോയാൽ കരയുമായിരുന്നു എന്നാണ്. കാരണം എന്താണ്? പടച്ചവനെ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിലാണെന്നൊക്കെ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ആദ്യം പോയി കിടക്കേണ്ടത് ഈ ഖബറിലാണല്ലോ, ഈ ഖബറിൽ എനിക്ക് രക്ഷപ്പെടണമല്ലോ. അള്ളാഹുവേ, ഈ ഖബറിലെങ്ങാണ് ഞാൻ പരാജയപ്പെട്ടു പോയാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നൊക്കെ ഓർത്ത മഹാനവറുകൾ കരയുമായിരുന്നു എന്നാണ്. സത്യം പറഞ്ഞാൽ അവർക്കൊന്നും കരയേണ്ട കാര്യമില്ല. കാരണം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത, സ്വർഗം ഉറപ്പാണെന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ടും അവരിങ്ങനെ ഖബർ കാണുമ്പോഴൊക്കെ കരയുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ ഖബറിൻ്റെ അദാബും ഖബറിൻ്റെ ആ ഒരു എന്താ പറയുക ഭീകരതയൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ അല്ലേ. നമ്മളിങ്ങനെ നല്ല ചോപ്പിച്ചും വെളുപ്പിച്ചും ഒക്കെ വെക്കുന്ന നമ്മുടെ കവിളും നമ്മുടെ ചുണ്ടും നമ്മുടെ കണ്ണും അല്ലേ എത്രയോ ഫേസ് ക്രീമിട്ട് എത്രയോ പ്രാവശ്യം സോപ്പൊക്കെ ഇട്ട് കഴുകി സുന്ദര കുട്ടപ്പയാക്കി വെക്കുന്ന നമ്മുടെ മുഖം, നമ്മുടെ ശരീരം, ഈ തൊലിയൊക്കെ ഉണ്ടല്ലോ. അള്ളാഹ് ഖബറിലേക്ക് ചെന്നാൽ മൂന്നാമത്തെ ദിവസം, ഖബറിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ, മൂന്നാമത്തെ ദിവസം ആ കണ്ണുണ്ട്, നമ്മുടെ ഈ രണ്ട് കണ്ണുകളുണ്ടല്ലോ, ഈ കണ്ണിങ്ങനെ അടർന്നു പോകുമെന്നാൻ അല്ലേ. ചില ആൾക്കാർ പറയൂ, ആ പെണ്ണിൻ്റെ കണ്ണ് നോക്കണേ, അല്ലെങ്കിൽ അവൻ്റെ കണ്ണ്, അത് വല്ലാത്ത കണ്ണ്, നല്ല രസമാണ് കാണാൻ. അയാൾ മരിച്ചിട്ട് ഖബറിൽ പോയിട്ട് മൂന്നാമത്തെ ദിവസം ആ കണ്ണെന്ന് പോയി നോക്കാവോ? പേടിച്ചു പോകുന്നാൻ. കാരണം എന്താ? ഈ രണ്ട് കണ്ണുകളാണ് ആദ്യം അടർന്നു പോകുന്നതെന്നാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും. അതാണ് ഈ കണ്ണോക്ക് എന്നൊക്കെ പറയാറില്ലേ, മരിച്ചവരുടെ കണ്ണോക്ക് എന്ന് പറയാം. എന്താ? ഈ കണ്ണടർന്നു പോകുന്ന ആ ഒരു ദിവസമാണത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖബറിൻ്റെ അദാബിനെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ദുആ ചെയ്യുന്നതോടൊപ്പം തന്നെ സൂറത്തുൽ മുൽക്ക് പാരായണം നിർത്താതെ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ഓതുക സൂറത്തുൽ മുൽക്ക്. ഒരുപാട് നേട്ടമാണ്. ഇപ്പോൾ സൂറത്തുൽ മുൽക്കിൻ്റെ തഫ്സീർ എടുക്കുന്ന സമയത്ത്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സൂറത്തുൽ മുൽക്കിൻ്റെ തഫ്സീർ ഞങ്ങൾക്ക് ഉസ്താദ് എടുത്തു തരുമ്പോൾ ഞങ്ങളുടെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ മരണപ്പെട്ട് അയാളെ ഖബറിലേക്ക് വെക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ ഒരാൾ മരിച്ച്, ഇപ്പോൾ രാവിലെ ഒരാൾ മരിച്ചാൽ ചിലപ്പോൾ മഗ്രിബിൻ്റെ സമയത്തോ അല്ലെങ്കിൽ അസർ കഴിഞ്ഞോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അടക്കം ഉണ്ടാവുക. അപ്പോൾ ഏതാനും ഒരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ചിലപ്പോൾ നമുക്ക് അയാൾ മരണപ്പെട്ടിട്ട് ഖബറിലേക്ക് വെക്കുന്നതിന് മുമ്പ് നമുക്കൊരു 3-4-5-6 മണിക്കൂർ ഏതായാലും കിട്ടുമല്ലോ, അല്ലെങ്കിൽ 3-2 മണിക്കൂർ കിട്ടുമെന്ന് വിചാരിക്കാം. ആ സമയത്ത് അയാളുടെ ബന്ധുമിത്രാദികൾ 40 വട്ടം, അയാൾക്ക് വേണ്ടി 40 വട്ടം ഈ സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് അയാളുടെ പാരത്രികമായ വിജയത്തിന് വേണ്ടി ഹദിയ ചെയ്താൽ, ദുആ ചെയ്താൽ, അയാളുടെ ഖബറിൻ്റെ അദാബിനെ തൊട്ടുള്ള കാവൽ പടച്ചവൻ കൊടുക്കുമെന്നാണ്. എങ്ങനെ? ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അയാൾക്ക് വേണ്ടി എന്തൊക്കെ ഓതാറുണ്ട്? സൂറത്ത് യാസീൻ ഓതാറുണ്ട് അല്ലേ, സൂറത്തുൽ ഫാത്തിഹ ഓതാറുണ്ട് അല്ലേ. പക്ഷേ അത് മാത്രം പോരാ, സൂറത്തുൽ മുൽക്കും ഓതണമെന്നാണ്. സൂറത്തുൽ മുൽക്കും ഓതിയാൽ ആ ഖബറിൻ്റെ ഓതുക മാത്രമല്ല, പടച്ചവനെ ഇത് ഓതിയതിൻ്റെ പ്രതിഫലം, ഈ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ ഖബറിൻ്റെ അദാബിനെ തൊട്ടുള്ള രക്ഷ കിട്ടുമെന്നാണല്ലോ നിന്റെ മുത്ത് റസൂല് പറഞ്ഞത്. റബ്ബേ, ഞങ്ങൾ സൂറത്തുൽ മുൽക്ക് ഓതിയിട്ടുണ്ട്, 40 വട്ടം ഓതിയിട്ടുണ്ട്. ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഈ കിടക്കുന്ന എൻ്റെ വാപ്പ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ, എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അള്ളാഹുവേ അവരുടെ ഖബറിൻ്റെ അദാബിനെ തൊട്ടുള്ള കാവൽ അവർക്ക് നീ കൊടുക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കുമെന്നാണ്. ഇത് ഈ തഫ്സീർ സൂറത്തുൽ മുൽക്കിൻ്റെ തഫ്സീർ എടുത്തപ്പോൾ ഈ തഫ്സീർ എടുത്ത ഉസ്താദ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ആ ഉസ്താദിൻ്റെ ഉസ്താദ്, അങ്ങനെ തലമുറയായ ഉസ്താദുമാരിങ്ങനെ ഒരുപാട് മഹാന്മാരിങ്ങനെ കൈമാറി വന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അമലാണത്. അപ്പോൾ ഇൻഷാ അള്ളാഹ് അതും നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഓതാൻ പറ്റിയാൽ വലിയ ഖൈറാൻ. ഇപ്പം വാപ്പ മരിച്ചാൽ 2 മക്കളുണ്ടാവുമല്ലോ, മരുമക്കളുണ്ടാകും, പേരക്കുട്ടികളുണ്ടാകും, എല്ലാവരും ഇരുന്നിട്ട് എന്ത് ചെയ്യുക, 40 വട്ടം ആ സമയത്ത് ഇരുന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ എന്ന് പറഞ്ഞ് കരയാതെ, അല്ലെങ്കിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറഞ്ഞിരിക്കാതെ നമ്മൾ ഖുർആൻ എടുത്ത് ഓതുക.
ഖുർആൻ എടുത്ത് ഓതുമ്പോൾ സൂറത്തുൽ മുൽക്കും നമ്മളൊരു 40 വട്ടം ഓതുക. 40 വട്ടം ഓതിയിട്ട് ആ വാപ്പാക്ക് വേണ്ടി അല്ലെങ്കിൽ ഉമ്മാക്ക് വേണ്ടി, ആ ഭർത്താവാണെങ്കിൽ ഭർത്താവ്, ഭാര്യയാണ് ഭാര്യ, അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അത് മറന്നു പോകരുത്. അത് നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ, ഒരുപാട് മശായിഖന്മാർ അവർ തലമുറയായി കൊണ്ടുവന്ന ഒരു പുണ്യമായ ഒരു അമലാണത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുൽക്കിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഒരു മനുഷ്യൻ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ ഓതിയാൽ ആ മാസം എല്ലാവിധ ബറക്കത്തിൻ്റെയും സലാമത്തിൻ്റെയും മാസമാകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ അറബി മാസത്തിൻ്റെയും തുടക്കത്തിൽ നമ്മൾ സൂറത്തുൽ മുൽക്ക് ഓതാറുള്ളത്. പിന്നെയോ പാപങ്ങളൊക്കെ പൊറുപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം സൂറത്തുൽ മുൽക്ക് ഓതലാണ്, സൂറത്തുൽ മുൽക്ക്. പിന്നെയോ ഈ സൂറത്തിൻ്റെ മറ്റൊരു പേരാണ് മുജാദല എന്ന് പറയും. മുജാദല, അതായത് തർക്കിക്കുന്ന സൂറത്താണ്. അള്ളാഹുവിനോട് തർക്കിക്കുമെന്നാണ് ഈ സൂറത്ത്. ഒരു മനുഷ്യൻ മരിച്ച് അയാൾ ഖബറിലേക്ക് ചെല്ലുമ്പോൾ, ഖബറിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇയാൾ ചെയ്തു പോയ എന്തെങ്കിലും ഒരു അബദ്ധത്തും എന്തെങ്കിലും ഒരു തെറ്റിൻ്റെ പേരിൽ ഇയാൾ ശിക്ഷിക്കപ്പെടാൻ വേണ്ടി ആ ഖബറിലേക്ക് ഒരു അദാബ് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത്, അയാളുടെ തലഭാഗത്തിലൂടെ അദാബ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഈ സൂറത്ത് അവിടെ ചെല്ലും. എന്നിട്ട് ഇവിടെ ഇറങ്ങാൻ പറ്റൂല, ഇയാൾ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ഇവിടെ ഈ ഖബറിൽ ഇയാളെ ശിക്ഷിക്കാൻ പറ്റൂല. കാരണം ഇവൻ എന്നെ ഓതിയവനാണ്, അതുകൊണ്ട് ഇവനെ ശിക്ഷിക്കാൻ പറ്റൂല. അപ്പോൾ ആ ശിക്ഷ മുഴുവനും എങ്ങോട്ട് പോകും? ഇയാളുടെ കാലിൻ്റെ ഭാഗത്തിലൂടെ ഇയാളിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്ന സമയത്ത് അവിടെയും സൂറത്തുൽ മുൽക്ക് ചെല്ലുമെന്നാണ്. ഇവിടെയും പറ്റൂല, ഇയാൾ എന്നെ ഓതിയവനാണ്, അതുകൊണ്ട് ഇയാൾ ശിക്ഷിക്കാൻ പറ്റൂല എന്ന് പറയുമെന്നാണ്. അങ്ങനെ അവസാനം ശിക്ഷ ഉയർന്നു പോകും. അത്രമാത്രം ശിക്ഷകളോട്, അള്ളാഹുവിനോട് പോലും തർക്കിക്കാൻ പറ്റുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. മലക്കുകളോട് തർക്കിക്കുമെന്നാണ്, ശിക്ഷകളോട് തർക്കിക്കുമെന്നാണ്. അതുകൊണ്ട് ഒരുപാട് നേട്ടമാണ് ഈ സൂറത്തുൽ മുൽക്കിലുള്ളത്. നമ്മളൊക്കെ ഓതാറുള്ള സൂറത്താണ്. ഓതുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഇത് എൻ്റെ ഖബറിൻ്റെ അദാബിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ പടച്ചവനെ ഞാൻ ഓതുകയാണ്, എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി. അല്ലേ, എത്രയോ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് നമുക്കുള്ളത്. സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് പ്രത്യേകം ദുആരക്കുക, ഇൻഷാ അല്ലാഹ് പ്രയാസ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ടാകും. സൂറത്തുൽ മുൽക്ക് ഓതിയവനെ പിറകിൽ നിന്നും തള്ളി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നൊക്കെ മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഇന്നി ലഅജ്ദു ഫീ കിതാബില്ലാഹി സൂറത്തുൻ, നിശ്ചയമായും വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. വഹിയ 30 ആയത്താണ് ആ സൂറത്തിലുള്ളത്. മൻ ഖറഅഹ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ സൂറത്ത് ഓതിയാൽ ഇൻദ നൗമിഹി, അവൻ്റെ ഉറക്കത്തിൻ്റെ സമയത്ത്, അതായത് രാത്രി അവൻ ഓതിക്കഴിഞ്ഞാൽ, കുത്തിബലഹു, അവനിക്ക് എഴുതപ്പെടുന്നതാണ് 30 ഹസന, 30 നന്മകൾ അല്ലാഹു തആല അവനിക്ക് എഴുതുന്നതാണ്. 30 നന്മകൾ എന്ന് പറഞ്ഞാൽ ഒരു നന്മക്ക് തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് പ്രതിഫലങ്ങളാണ് അല്ലാഹു നമുക്ക് തരുന്നത്. അങ്ങനെയുള്ള 30 നന്മകൾ അല്ലാഹു നമുക്ക് തരുന്നതാണ്. വമുഹി അൻഹു 30 സയ്യിഅ, 30 തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്, 30 തെറ്റുകൾ അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്. വറുഫിഅ ലഹു 30 ദറജ, അല്ലാഹു തആല 30 പദവികൾ അവർക്ക് ഉയർത്തി കൊടുക്കുന്നതാണ്. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു തആല യബ്അസു ഇലൈഹി മലക മിനൽ മലായിക, മലക്കുകളിൽ നിന്നും ഒരു മലക്കിനെ അല്ലാഹു അയക്കുന്നതാണ്. ലയബ്സുത ലഹു ജനാഹു, ആ മലക്ക് ഈ ഓതിയ സൂറത്തുൽ മുൽക്ക് ഓതിയ മനുഷ്യന്റെ അടുക്കൽ വന്നിട്ട് ആ മലക്കിന്റെ ചിറകിങ്ങനെ വിരിച്ചു കൊടുക്കുന്നതാണ്. എന്നിട്ടോ വയഹ്ഫദുഹു മിൻ കുല്ലി സൂ, എല്ലാ ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹർ, എല്ലാത്തിനെ തൊട്ടുള്ള കാവൽ ആ മലക്ക് ഇവനിക്ക് കൊടുക്കുന്നതാണ്. വഹിയ മുജാദല, ഈ സൂറത്ത് തർക്കിക്കുന്നതാണ്. തുജാദിലു അൻ ഖബരി അൻ സ്വാഹിബിഹ, ഖബറിന്റെ അദാബിനെ തൊട്ട് തടയാൻ ഖബറിൽ അദാബ് കൊണ്ടുവരുന്ന മലക്കിനോട് പോലും തർക്കിക്കുന്നതാണ്. വഹിയ സൂറത്തുൽ മുൽക്ക്, അത് സൂറത്തുൽ മുൽക്കാൻ. അല്ലാഹ്, നമ്മൾ ഓതുന്ന സൂറത്തുൽ മുൽക്കിനെ എത്രമാത്രം നേട്ടങ്ങളുണ്ടെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുടക്കരുത്. വിശുദ്ധമായ ശഅബാൻ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ നമ്മൾ ഒരുപാട് അനുധാവനം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട മാസമാണ്. നബി തങ്ങളുടെ സുന്നത്താണ് രാത്രി സമയമായാൽ, പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ മുൽക്ക് ഓതുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോടും ഉപ്പമാരോടും ഒക്കെ പറയാനുള്ളത്, ആദ്യം എൻ്റെ നഫ്സിനോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും പറയട്ടെ, സൂറത്തുൽ മുൽക്ക് അതിൻ്റെ പാരായണം നമ്മൾ മുടക്കാൻ പാടില്ല. ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. അല്ലേ, 5 അടിയും 6 അടിയും ഒക്കെയുള്ള നല്ല പതുപതുത്ത ബെഡിൽ കിടന്നുറങ്ങിയ നമ്മൾ
ഇന്നലെ രാത്രി നമ്മൾ കിടന്നുറങ്ങി, ഇന്നത്തെ രാത്രി ഞാനും നിങ്ങളും ആ ബെഡിൽ കിടന്ന് ഉറങ്ങുമെന്നോ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ? നമ്മൾ ഖബറിലേക്ക് പോവേണ്ടവരായിരിക്കും. മാളത്തിൽ പോയി നമ്മൾ കിടക്കേണ്ടവരായി മാറാനുള്ളവരാണ്. അതുകൊണ്ട് നമ്മുടെ മാളമാകുന്ന ഖബർ അതെന്താവണം? സ്വർഗത്തിൻ്റെ ഒരു പൂന്തോപ്പായി മാറണം. അതിന് പറ്റിയ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് പാരായണം നമ്മൾ മുടക്കാൻ പാടില്ല. എല്ലാ ദിവസവും നമ്മൾ ഓതുന്ന ആളാണ്. ഒരു ദിവസം മുടങ്ങിപ്പോയി എന്ന് വിചാരിക്കാം, എന്തെങ്കിലും കല്യാണ തിരക്കോ എന്തെങ്കിലും തിരക്കോ വന്നിട്ട് ഒരു ദിവസം ഓതാൻ പറ്റിയില്ല എങ്കിൽ അടുത്ത ദിവസം പകലിൽ ഏതെങ്കിലും ഒരു സമയത്ത് ആ കഴിഞ്ഞ ദിവസം ഓതാൻ പറ്റാതെ പോയ സൂറത്തുൽ മുൽക്ക് ഖളാ വീട്ടിയിട്ടും ഓതാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓതിയാൽ അന്ന് തന്നെ ഓതിയ പ്രതിഫലം അള്ളാഹു തരുന്നതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സൂറത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാഹ് മഹത്തുക്കൾ പറയുന്നു, ഈ സൂറത്തുൽ മുൽക്ക് മരണപ്പെട്ടവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ വലിയൊരു ഹദിയാണ്. സൂറത്ത് യാസീൻ മാത്രമല്ല, സൂറത്തുൽ മുൽക്കും സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്താൽ ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഓതുക, നമ്മുടെ മക്കളെ കൊണ്ട് ഓദിക്കുക. അതിൻ്റെ ഗുണം, അതിൻ്റെ നേട്ടം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായി ശഅബാനിൽ തന്നെ സൂറത്തുൽ മുൽക്ക് സ്ഥിരമായി ഓതാനും അത് റമദാനിൽ തുടർത്തിക്കൊണ്ടു പോകാനും റമദാൻ കഴിഞ്ഞും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ, നിത്യമാക്കി കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ എത്രയോ ആളുകളാണ് അള്ളാഹുവേ ഒരുപാട് ദുആ വസിയത്ത് ഓരോ ദിവസവും വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞ്, വ്യത്യസ്തമായ പ്രശ്നങ്ങൾ പറഞ്ഞ്, സങ്കടങ്ങൾ പറഞ്ഞ് ദുആരക്കാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു റബ്ബേ, ആരൊക്കെ ഞങ്ങളോട് എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ അവരുടെയും ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള നല്ല ഹലാലായ ഉദ്ദേശങ്ങളുണ്ട്. ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന ഒരുപാട് മുറാദുകളുണ്ട്. അതൊക്കെ നീ ഹാസിലാക്കി തരണേ അല്ലാ. വിഷമങ്ങളുണ്ട് റബ്ബേ, സങ്കടങ്ങളുണ്ട്, രോഗങ്ങളാണ് പലർക്കും, കുടുംബത്തിൽ അസ്വസ്ഥതകളാണ്, മക്കളെ കൊണ്ട് ഇടങ്ങേറാണ്, ഭാര്യയെ കൊണ്ട് ഭർത്താവിനെ കൊണ്ട് പല പ്രയാസങ്ങളാണ്. അതൊക്കെ മാറ്റിത്തന്ന് ഞങ്ങൾക്ക് ഇഹപര വിജയം അള്ളാഹുവെ നീ നസീബാക്കണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പരിശുദ്ധമായ ഈ ശഅബാൻ മാസത്തിൻ്റെ പുണ്യമായ ഈ ദിനത്തിൽ ഇനി വരുന്ന രാവുകളിലും ഞങ്ങൾക്ക് അല്ലാഹുവേ നിന്നിലേക്ക് അടുക്കാനുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. പരിശുദ്ധമായ ബറാഅത്ത് രാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട സമയമായിരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പറയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, നമ്മൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇറക്കിയിരുന്നു. നമ്മൾ നിയ്യത്ത് വെക്കുന്നത് മുതൽ സലാം വീട്ടുന്നത് വരെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ നേരിട്ട് പ്രാക്ടിക്കലായി കാണിച്ചു തരുന്ന, ഓരോ അവസരത്തിലും നമ്മൾ പറയുന്ന ദിക്റുകൾ, അതുപോലെ തസ്ബീഹുകൾ, ദുആകൾ, സ്വലാത്തുകൾ, അതിൻ്റെ അർത്ഥസഹിതം നമ്മൾ വിശദീകരിക്കുന്ന നിസ്കാരത്തിൻ്റെ എല്ലാ ഷർത്തും ഫർളുമൊക്കെ വിശദീകരിച്ചു പറയുന്ന ഒരു നിസ്കാരത്തിൻ്റെ പ്രാക്ടിക്കൽ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇറക്കിയിരുന്നു. അപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ടാകും, ഉസ്താദെ നിസ്കാരം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പണ്ട് മുതലേ നിസ്കരിക്കുന്നതാണ്, അതിന് പ്രത്യേകിച്ച് വീഡിയോ എന്ന് ഇറക്കി ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ടാകും. ഞാൻ പറയട്ടെ, നിസ്കാരം അറിയുന്നവർക്കും അറിയാത്തവർക്കും ആ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന പറയുന്ന ഓരോ ദിക്റിൻ്റെയും തസ്ബീഹിൻ്റെയും അർത്ഥം നമുക്ക് പലപ്പോഴും അറിയുണ്ടാവില്ല അല്ലേ? അത്തഹിയാത്തിൻ്റെ അർത്ഥം, വജ്ജഹത്തുൻ്റെ അർത്ഥം, മുഴുവൻ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൻ്റെയും അർത്ഥസഹിതമുള്ള വീഡിയോ നമ്മളിതാ ഇറക്കിയിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. നേരെ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നേരെ വീഡിയോയിലേക്ക് പോവുക, വീഡിയോ കാണുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ.